ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് വൈകുന്നേരം കുട്ടികൾക്ക് ചായക്കൊരു കടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ ദിവസമായിട്ട് കുട്ടികൾക്ക് ചായൻ്റെ കടിയൊന്നും ഞാനിവിടെ ഉണ്ടാക്കി വെക്കാറില്ല കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ എൻ്റെ ശല്യമാക്കി കൊണ്ടിരിക്കണം, എന്തെങ്കിലും ഒന്ന് ചായൻ്റെ കടി ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, ഇന്ന് സ്കൂള് നേരത്തെ വിട്ടോണ്ട് തന്നെ കുട്ടികൾക്ക് ചായൻ്റെ കടി വേണമെന്ന് നിർബന്ധമായിട്ട് ഞാനിപ്പോൾ ചായൻ്റെ കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 20 ഈത്തപ്പഴം എടുത്തുകൊണ്ടിട്ട് അതിൻ്റെ കുരൊക്കെ കളഞ്ഞതിന് ശേഷം, അതിൻ്റെ ഉള്ളിൽ കുരൊക്കെ കളഞ്ഞതിന് ശേഷം ലേശം ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഈത്തപ്പഴം കൊണ്ടിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഈത്തപ്പഴം സാധാരണ ചിലരൊക്കെ ഇങ്ങനെ മുക്കി പൊരിക്കാറൊക്കെ ഉള്ളത്. ഞാനിവിടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈത്തപ്പഴത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യമുള്ള ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു അരമുറി ചെറിയ മുറി തേങ്ങ ചെരുകിയതാണിത്, ഇതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ ബേക്കിംഗ് സോഡ, അതായത് അപ്പക്കാരം, ഇതിലേക്ക് ആവശ്യമുള്ളത് ഇതേപോലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈത്തപ്പഴം നല്ല മധുരം ഉണ്ടാവുമല്ലോ, അപ്പോൾ നമുക്കിതിലേക്ക് അത്ര ഓവർ മധുരത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത്രയും പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് 4 ഏലക്ക ചതച്ചത്, നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് ഞാൻ കൊഴിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അരമണിക്കൂറിനുള്ളിൽ 10 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ച്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് പൊരിച്ചെടുക്കാം. അപ്പോഴേക്കും ചായക്ക് വെള്ളം ഇട്ടിരുന്നുണ്ടോ, ചായൻ്റെ വെള്ളം തെളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ചായപ്പൊടി ഇട്ടെടുക്കാം. ഞാനിവിടെ ഗോതമ്പ് പൊടി ആയാലും മൈദപ്പൊടി ആയാലും അതിൽ ഞാൻ കുറച്ച് റവ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഒന്ന് നന്നായിട്ട് നമുക്ക് ചെറിയൊരു ക്രിസ്പി ആയിട്ട് കിട്ടും. കണ്ടില്ലേ, ബ്രൗൺ കളറായി കൊണ്ട് വരുന്നത്. ഈത്തപ്പഴം നല്ല നന്നായിട്ട് ഇതുള്ള ഈത്തപ്പഴം ഇതാണ് നല്ലത്. നമ്മുടെ കാരക്ക മോഡൽ അതാവുമ്പോഴൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ടി വരും. നല്ല അലിഞ്ഞ പോലത്തെ ഈത്തപ്പഴം ആകുമ്പോൾ നമുക്ക് കൈകൊണ്ട് കുഴിച്ചെടുക്കാൻ സുഖമാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് ചോദിക്കുകയാണ് കടി ആയിട്ടില്ലേന്ന്. അവിടെ മരങ്ങൾക്ക് വെള്ളം അടിച്ചു കൊടുക്കാണ്.
വാവേ ചക്കര മോനെവിടാണ് വെച്ച് ചക്കര മോനെവിടാണ് വെച്ച് പഞ്ചാര മോനെവിടാണ് നോക്ക് നോക്ക് വാവേ 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 വെച്ച് കുഞ്ഞുമോനെ എന്താണ് വെച്ച് കുഞ്ഞുമോനെ ഞങ്ങൾ അമീൻപ എൻ്റെ ഞാൻ എടുത്തരാം. കണ്ടില്ലേ ചായയും കണ്ടി ഉണ്ടാക്കാൻ പറഞ്ഞ കുട്ടികൾ കടപ്പുറത്ത് പോയിട്ട് ഇപ്പം കുറച്ച് നേരമായിട്ടുള്ളൂ വന്നിട്ട്. ഇപ്പോൾ കുളിയും നനയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കണ്ടില്ല ഇരുട്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറ് നല്ല കണക്കനൊക്കെയാണ് കുട്ടികൾ അല്ലേ. ടേസ്റ്റ് ഉണ്ടോ കടി? ടേസ്റ്റ് ഉണ്ടോ കടി?